എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള 4th സ്റ്റേജ് ഖാദി ബോർഡ് LDC പ്രിലിമിനറി എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കാൻ പോകുന്നത്. സ്റ്റേജ് 3നേക്കാളും ഇന്ന് നടന്നിട്ടുള്ള സ്റ്റേജ് 4ലെ എക്സാം വളരെയധികം ഈസി ആയിരുന്നു എന്നുള്ളത് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് നോക്കിയിട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ ആണ്. ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് എന്ന് ചോദിച്ചാൽ അതും ഓപ്ഷൻ സി സംവാദ് കൗമുദിയാണ്. നമ്മൾ ഇന്നലെ സാധ്യതാ ചോദ്യങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. ഇനി നാലാമത്തേത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഓപ്ഷൻ ബി മീസോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകാണ്. ഇനി 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് കിരീടം ക്രിക്കറ്റ് കപ്പ് കിരീടം നേടിയത് ആര്? അത് ഓപ്ഷൻ ബി ഇന്ത്യ ആയിരുന്നു. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? അത് 2021 ആയിരുന്നു. ഇനി വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആര്? വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 22 ജൂലൈ 2019 ആണ്. ഓക്കെ, ഓപ്ഷൻ സി 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? അത് 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓൺസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി കാരക്കോറം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്നോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി മുംബൈ ആണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് എന്ന് ചോദിച്ചാൽ അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ഇത് പ്രീവിയസ് സ്റ്റേജസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത് എന്ന് ചോദിച്ചാൽ അത് മുംബൈ ഹൈ ആണ്. ഓപ്ഷൻ എ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ഗോദാവരി ആണ്. ഇനി കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത് എന്ന് ചോദിച്ചാൽ അത് കൈഗ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കൈഗയാണ് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. ഇനി ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇനി ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമിയാണ്. ഇനി അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഓപ്ഷൻ ബി കാവേരിൻ്റെ പോഷക നദിയാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? അത് ഓപ്ഷൻ ഡി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ, സുവർണ ചതുഷ്കോണം. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഓപ്ഷൻ എ 52 സെക്കൻഡ്. ഇനി മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി 24 ആണ്. ഇനി വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 25 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? 26ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? അത് ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമാക്കി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അത് ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ, പിന്നെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഓപ്ഷൻ ബി അനുച്ഛേദം 51A മൗലിക കടമകൾ
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് 29ാമത്തെ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഡോക്ടർ ബിശ്വാസ് മേത്ത. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ഇനി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? അത് ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ ആണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി AV കുട്ടിമാളു അമ്മ ആണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി പയ്യന്നൂർ ആണ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് കേളപ്പൻ ആണ്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ ബി ഇടുക്കി. ഇനി കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് P രാജീവന് ആണ്. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ ആണ്. ഇനി പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി പുനം കൃഷി. ഇനി ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി അത് ഓപ്ഷൻ സി മീനച്ചിലാർ ആണ്. ഓക്കെ. 42ാമത്തെ ക്വസ്റ്റ്യൻ, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ചക്ക ആണ്. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 3 സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, എറണാകുളം ജില്ലയിലെ ഏതു സ്ഥലത്തു നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി പറവൂർ. ഇനി 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏതു ജില്ലയിലാണ്? അത് ഓപ്ഷൻ ബി കോഴിക്കോട്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആര് എന്ന് ചോദിച്ച അത് ഓപ്ഷൻ എ VP മേനോനാണ്. പക്ഷെ ഇവിടെ ഹസൻ അലി എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നമ്മളുടെ ഫസൽ അലി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇനി അതിൻ്റെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാത്രമാണ് അവർ ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഇത് ഫസൽ അലിയാണ് അവർ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്ഷൻ എ VP മേനോനാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ. ഇനി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏതു രാജ്യത്ത് വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി അമേരിക്ക ആണ്. ഓക്കെ. ഇനി അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഇപ്പറയുന്ന മദ്രാസ് ലേബർ യൂണിയനും AITUCയും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും എല്ലാം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. ഇനി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദയാണ്. ഇനി ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ ആണ്. ഇനി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്.
53-ാമത്തെ ക്വസ്റ്റ്യൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഒരു മിസ്റ്റേക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് ഓർമ്മ വന്നത്, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പൻ അല്ല, അത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേട്ടോ. അതൊന്ന് ക്ലിയർ ആക്കണേ. സോറി, റോങ് ആൻസർ ഫസ്റ്റ് പറഞ്ഞതിന് വെരി സോറി. ഓക്കെ, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. 59-ാമത്തെ ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അതാണ് ഓപ്ഷൻ എ കെ കേളപ്പൻ. ഞാനത് രണ്ടും കൂടി കൺഫ്യൂസ് ആയി പോയതായിരുന്നു, വെരി സോറി. ഓക്കെ, ഇനി 60-ാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അത് ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ ആണ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്, അത് നോക്കാം. 61-ാമത്തെ ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ ബി ചെവി ആണ്. ഇനി ഉമിനീരിൻ്റെ pH മൂല്യം എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 6.2 മുതൽ 7.6 വരെ. ഇനി കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? അത് ഓപ്ഷൻ ഡി അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ആർദ്രം പദ്ധതിയിൽ പെടാത്തത്. ഓക്കെ, ഇനി മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ക്യൂലക്സ് കൊതുകുകൾ. അടുത്തത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ് ഓപ്ഷൻ സി സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി രൂപ്കുണ്ട് ആണ്. ഇനി കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഇനി 68 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അത് 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ, അടുത്തത് 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി KAU മനുരത്ന ആണ്. KAU മനുരത്ന. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഓപ്ഷൻ ഡി 2ഉം 4ഉം എന്നുള്ളതാണ്. കാൽഷ്യം സംക്രമണ ലോഹം എന്നുള്ളതും ക്ലോറിൻ ഉത്കൃഷ്ടവാതകം എന്നുള്ളതുമാണ് പരസ്പര ബന്ധം ഇല്ലാത്തത്. ഇനി ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി 1:8 എന്നുള്ളതാണ്. ഇനി പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നുള്ളതാണ്. ഇനി 74 ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഓപ്ഷൻ സി ജെയിംസ് ചാഡ് മിക്ക് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് ജെയിംസ് ചാഡ് വിക്ക് എന്നാണ്. ഓക്കെ, ഇനി അയിരുക്കളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ അയിരുക്കളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുക്കളല്ല എന്ന് പറയുന്നുണ്ട്. അത് രണ്ടും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണെങ്കിലും എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. രണ്ടും ശരിയാണ്. ഇനി 76-ാമത്തെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ ബി സംവഹനം. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തു തുലനാസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഓപ്ഷൻ ബി ദോലനം. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. അത് സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ ഡി കൽക്കരി എന്നുള്ളത് മാത്രമാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും ഇത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുമാണ്. 79 മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ് ഓപ്ഷൻ സി 20 ഹെർട്സ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജൂളാണ്. ഓക്കെ, ഇനി മാത്സ് ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ആൻസേഴ്സ് മാത്രമായിട്ട് പറഞ്ഞു പോവാം. 81-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1.21, ആൻസർ ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി 10.7650. ഇനി 243-ന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നുള്ള 83-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം 84-ൻ്റെ ആൻസർ
ഓപ്ഷൻ സി ആണ്. 9 × 10⁻2 × 1 എന്നുള്ളത്. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 കിലോമീറ്റർ. ഇനി 86ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1/24. ഇനി 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6 എന്നുള്ളത്. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തതിൽ ഇല്ല. ഓക്കെ, ഇവിടെ ഈ 88ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.875. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നതും ഓപ്ഷൻ ബി തന്നെയാണ്, 1/3 എന്നുള്ളത്. ഇനി 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 270. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 326. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, 0.09. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 48. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 97. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, 73 എന്നുള്ളതാണ്. ഇനി 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി, 0. ഇനി 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, 511. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഇതിൽ രജിസ്റ്റർ എന്നുള്ളത്. 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത് 15:8 എന്നുള്ള ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവേ ഫുള്ളി SCERT ബേസ്ഡ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ മാത്സും വലിയ ഘടിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസും ആയിരുന്നു. ഒരു ആവറേജ് പേഴ്സൺ വരെ 12 മുതൽ 15 വരെ മാർക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ഉണ്ടായിരുന്നത്. അതുപോലെ SCERT പഠിച്ച ഒരാൾക്ക് GK ക്വസ്റ്റ്യന് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം മാർക്കുകൾ ലഭിച്ചു എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന സാധ്യതാ ചോദ്യങ്ങളും അതുപോലെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ തരുന്ന സാധ്യതാ ചോദ്യങ്ങളും എല്ലാം തന്നെ കൃത്യമായ എക്സാമിന് മുന്നേ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.